അപ്പോൾ റൗണ്ട് മത്സരങ്ങളൊക്കെ പൂർത്തിയാകുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നോക്കൌട്ടിലേക്ക് ഇനി ആരൊക്കെയാണ് കടക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ഗ്രൂപ്പ് ഘട്ടത്തിൽ അവസാന റൗണ്ട് മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ഗ്രൂപ്പ് ഡി, ഇ, എഫ് എന്നീ ഗ്രൂപ്പുകളിലെ മത്സരങ്ങൾക്ക് ഏതാനും മണിക്കൂറുകൾക്കകം തുടക്കമാവുകയും ചെയ്യും. അത് ഏതൊക്കെയാണ് എന്ന് വളരെ പെട്ടെന്ന് നോക്കാം. രാത്രി 1:30 ഈ ഗ്രൂപ്പിലെ 2 മത്സരങ്ങളാണ് ആദ്യം നടക്കുന്നത്. ജർമ്മനി ഇക്വഡോറിനെയും ക്യൂറസാവോ ഐവറി കോസ്റ്റിനെയും നേരിടും. 2 മത്സരങ്ങളും ജയിച്ച് ജർമ്മനി മാത്രമാണ് നോക്കൌട്ടിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ മറ്റ് 3 ടീമുകൾക്കും ഇന്ന് മത്സരം നിർണായകമാണ്. അതുകൊണ്ട് തീപാറും കളത്തിൽ എന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഇനി ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 4:30 ഗ്രൂപ്പ് എഫിലെ മത്സരം നടക്കുന്നു. നെതർലാൻഡ്സ് ടുണീഷ്യയെയും ജപ്പാൻ സ്വീഡനെയും നേരിടും. ഈ ഗ്രൂപ്പിൽ നിന്ന് ആരും ഇതുവരെയും നോക്കൌട്ട് ഉറപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ 2 മത്സരങ്ങളും തീപാറും എന്ന് വീണ്ടും പറയേണ്ടി വരും. അപ്പോൾ രാവിലെ നടക്കുന്ന പുലർച്ചെ 4:30 നടക്കുന്ന മത്സരം അത് നെതർലൻഡ്സ് വേഴ്സസ് ടുണീഷ്യ, ഒപ്പം ജപ്പാൻ സ്വീഡൻ പോരാട്ടങ്ങൾ. ഇനി മറ്റാരാണ് നോക്കാം. ഇനി നാളെ രാവിലെ 7:30 ഗ്രൂപ്പ് ഡിയിലെ മത്സരങ്ങൾ നടക്കുന്നു. അമേരിക്ക തുർക്കിയെയും പാരഗ്വേ ഓസ്ട്രേലിയയും നേരിടും. ആതിഥേയരായ അമേരിക്ക നോക്കൌട്ടിന് ഇതിനോടകം യോഗ്യത നേടിയിട്ടുണ്ട്. തുർക്കി പുറത്താവുകയും ചെയ്തു. അതായത് ഈ ഗ്രൂപ്പിലെ രണ്ടാമന്മാർ ആരാണ് എന്ന് നിർണ്ണയിക്കുന്നതായിരിക്കും പാരഗ്വേ ഓസ്ട്രേലിയ പോരാട്ടം. അതുകൊണ്ട് തന്നെ ജീവൻ മരണ പോരാട്ടമാണ്. ആ മത്സരവും കടുക്കും എന്ന് ഏതാണ്ട് ഉറപ്പിക്കാം. ഇനി നമുക്ക് എന്താണ് നിലവിലെ പോയിന്റ് ടേബിളിന്റെ അവസ്ഥ എന്നുകൂടി നോക്കാം. ഗ്രൂപ്പ് ഡിയിൽ ആദ്യ 2 മത്സരങ്ങളും ജയിച്ച അമേരിക്ക യോഗ്യത ഉറപ്പിച്ചു കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞു, സമ്പൂർണ്ണ ജയത്തോടെ ഗ്രൂപ്പ് ചാമ്പ്യൻ പട്ടം ഉറപ്പിക്കുകയാണ് ആതിഥേയരുടെ ലക്ഷ്യം. ഓസ്ട്രേലിയക്കും പാരഗ്വേയ്ക്കും 3 പോയിന്റ് വീതമുണ്ട്. ഇന്ന് ജയിക്കുന്നവർ നോക്കൌട്ടിലേക്ക് എത്തുകയും ചെയ്യും. തുർക്കി ഈ അവസാന സ്ഥാനത്താണ്. ഗ്രൂപ്പിൽ 2 കളിയും തോറ്റ തുർക്കി നേരത്തെ തന്നെ പുറത്താവുകയായിരുന്നു. ഇനി ഗ്രൂപ്പ് ഇയിലേക്ക് വന്നു കഴിഞ്ഞാൽ 2-ൽ 2 കളിയും ജയിച്ച ജർമ്മനിയാണ് പോയിന്റ് പട്ടികയിൽ ഏറ്റവും മുന്നിലുള്ളത്. ഗോൾ ശരാശരിയിലും ബഹുദൂരം മുന്നിലാണ് മുൻ ചാമ്പ്യന്മാർ. നമുക്കറിയാം, ആദ്യ കളിയൊക്കെ കണ്ടവർക്കറിയാം 7 ഗോളിന്റെ ആധികാരിക ജയം. ഇനി 3 പോയിന്റുള്ള ഐവറി കോസ്റ്റ് ആണ് 2ാം സ്ഥാനത്ത്. ഈക്വഡോറിനും ക്യൂറസാവയ്ക്കും ഓരോ പോയിന്റ് വീതമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇനി ഗ്രൂപ്പ് എഫിൽ നിന്ന് ഇതുവരെ ആരും യോഗ്യത ഉറപ്പിച്ചിട്ടില്ല എന്ന് നേരത്തെ പറഞ്ഞു. അപ്പോൾ പോയിന്റ് ടേബിൾ വളരെ ക്രൂഷ്യലാണ്. നോക്കാം അതെങ്ങനെയാണെന്ന്. 2 മത്സരങ്ങളും നിർണായകമാകുന്നത് അതുകൊണ്ടാണ്. 4 പോയിന്റുമായി നെതർലൻഡ്സും ജപ്പാനും 1ഉം 2ഉം സ്ഥാനങ്ങളിലുണ്ട്. ഗോൾ ശരാശരിയിലും ഇരുവരും ഒപ്പത്തിനൊപ്പമാണ്. അപ്പോൾ 3ാം സ്ഥാനത്ത് 3 പോയിന്റുമായി സ്വീഡനുണ്ട്. ആദ്യ 2 കളിയിലും കനത്ത പരാജയങ്ങൾ ഏറ്റുവാങ്ങിയ ടുണീഷ്യയ്ക്ക് പോയിന്റ് ഒന്നുമില്ല. അവർ നേരത്തെ തന്നെ പുറത്തായിരുന്നു. അതുകൊണ്ട് ബാക്കിയുള്ള 3 ടീമുകൾക്ക് ജീവൻ മരണ പോരാട്ടമാണ്. അപ്പോൾ ഗോൾ ശരാശരി, ഗോൾ എണ്ണം കൂട്ടുക, ജയിക്കുക, ഇതൊക്കെ വേണ്ടിയായിരിക്കും അവർ ഇന്ന് കളത്തിലിറങ്ങുക എന്ന കാര്യം ഉറപ്പിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.